ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചനെ ധന്യപദവിയിലേക്ക് ഉയർത്തുന്നതിനായുള്ള നടപടികൾ ആരംഭിക്കാൻ വത്തിക്കാൻ ഡിക്കാസ്റ്ററി. റോമിൽ വെച്ച് നടന്ന ഔദ്യോഗിക പ്രഖ്യാപന ചടങ്ങിൽ ഡിക്കാസ്റ്ററി ഭാരവാഹിയായ ഫെഡറിക്കോ ഫാവറോ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസഫ് ആലഞ്ചേരി, ഫാദർ സിബി പുതിയടം എന്നിവർ ഉൾപ്പെടെ ചങ്ങനാശ്ശേരി അതിരൂപതയെയും എടത്വ സെൻറ്റ് ജോർജ് ദേവാലയത്തിലെയും പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. എടത്വ പള്ളിയിൽ ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ്റെ നേതൃത്വത്തിൽ കബറിടത്തിൽ പ്രാർത്ഥന നടത്തി. ഫ്രാൻസിസ്കൻ അൽമായ സഭയിലെ അംഗങ്ങൾ പങ്കെടുത്തു. സിറോ മലബാർ സഭയിൽ ദേവദാസ പദവി ലഭിക്കുന്ന പ്രഥമ അൽമായനും കേരളത്തിലെ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ സ്ഥാപകനുമാണ് പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ. 2012 ജൂൺ 29 ഇദ്ദേഹത്തെ ദൈവദാസനായി പ്രഖ്യാപിക്കുന്നത്. കേരള അസീസി എന്നറിയപ്പെടുന്ന തൊമ്മച്ചൻ കുടുംബജീവിതം നയിക്കുന്നവർക്കായി കേരളത്തിൽ ഫ്രാൻസിസ്കൻ അൽമായ സഭയ്ക്ക് അടിത്തറ പാകിയ ആൾ കൂടിയാണ്. ചെറുപ്പത്തിലെ ആത്മീയ കാര്യങ്ങളിൽ തൽപരനായിരുന്ന തൊമ്മച്ചൻ വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സന്യാസ വഴി സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു. കുടുംബത്തിലെ ഏക മകനായതിനാൽ സന്യാസ ജീവിതം സ്വീകരിക്കുവാൻ പരിമിതികൾ നിരവധിയുണ്ടായിരുന്നു. 1856 ആലപ്പുഴ പുളിങ്കുന്ന് കുട്ടുമ്മേൽ വടക്കേ വീട്ടിൽ അന്നമ്മയെ വിവാഹം ചെയ്തു. ഈ വിവാഹബന്ധത്തിൽ 3 കുഞ്ഞുങ്ങളും ജനിച്ചു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മൂന്നാം സഭയെക്കുറിച്ച് മനസ്സിലാക്കിയാണ് വിവാഹിതർക്കും സന്യാസ സഭയിൽ അംഗമാകാമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. തുടർന്ന് കുടുംബജീവിതം നയിക്കുന്നവർക്കായി കയർ കെട്ടിയവരുടെ സംഘം എന്ന പേരിൽ തൊമ്മച്ചനാണ് ഒരു മൂന്നാം സഭയ്ക്ക് തുടക്കം കുറിച്ചത്. ദേവദാസൻ തൊമ്മച്ചൻ്റെ ജീവിതം അനേകം അൽമായ സഹോദരങ്ങളുടെ ജീവിതത്തെ ഉത്തേജിപ്പിച്ചിരുന്നു. 72 വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞ ഇദ്ദേഹത്തിൻ്റെ കബറിടം എടത്വ സെൻറ്റ് ജോർജ് പള്ളി സെമിത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.